ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം കൂടി ചേരുകയാണ്. ശ്രീ റഹീം, ഇപ്പോൾ മറ്റൊരു പരാതി വന്നിരിക്കുന്നു. ഇത് KPCCക്ക് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കൊടുത്ത ഒരു 4 പേജുള്ള കത്താണ്. ആ പെൺകുട്ടി കത്ത് അവസാനിപ്പിക്കുന്നത് I therefore request the Congress leadership to prevent him from holding any role involving public engagement, especially with women and children എന്ന് പറഞ്ഞാണ് ആ പെൺകുട്ടി ഈ കത്ത് അവസാനിപ്പിക്കുന്നത്. ഇയാളുടെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായ ഒരു പെൺകുട്ടിയുടെ കത്താണ്. റഹീം, എത്ര ലജ്ജാകരമാണ്, എത്ര ഭയാനകമാണ് ഈ കേൾക്കുന്ന കാര്യങ്ങൾ. ശരീരമാകെ മുറിവേൽപ്പിച്ചു എന്നാണ് ഒരു പെൺകുട്ടി പറയുന്നത്. ഇപ്പോഴും ആ ഇര പറയുന്നത് ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചു. ആദ്യത്തെ ഇര പറഞ്ഞതുപോലെ തന്നെയാണ്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടു തുടങ്ങിയ ആ ബന്ധത്തിലൂടെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രലോഭിപ്പിച്ച് അവരെ തുടർച്ചയായി അവരുടെ ഹോം സ്റ്റേയിലൊക്കെ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു എന്നാണ്. ഇത് വളരെ ഗൗരവമായ കാര്യമാണ്. ഇവിടെ വരുന്നൊരു പ്രശ്നം, ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ ഒരു കാര്യമായി മാത്രം ഈ നിമിഷം കാണാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഇത് ചെയ്തിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ പരാതി, വിക്ടിമിന്റെ പരാതി എവിടെയാ പോയത്? AICC നേതൃത്വത്തിനാണ്. ഈ സോണിയാഗാന്ധി, പിന്നെ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി കേരളത്തിന്റെ കൂടി MP ആണല്ലോ. ഇവരൊക്കെ എന്താണ് ഈ പരാതിയുടെ മേൽ ഉറങ്ങിയത്? ഇവരുടെ കയ്യിൽ ഈ പരാതി ഇരിക്കുമ്പോഴും കഴിഞ്ഞ ദിവസം ഇവിടെ KC വേണുഗോപാലിനോട് ചോദിക്കുന്നുണ്ടല്ലോ, പാലക്കാടൊക്കെ അദ്ദേഹം സജീവമാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പാലക്കാട്ടെ പ്രാദേശിക നേതൃത്വമാണ് അതിന്മേൽ തീരുമാനമെടുക്കേണ്ടത് എന്നാണ്, നിയന്ത്രിക്കേണ്ടത് എന്നാണ്. ആ പാലക്കാട് കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ KC വേണുഗോപാലിന്റെ കോൺഗ്രസിന് ഒരു നിയന്ത്രണവും ഇല്ലേ? എത്ര ആവൽക്കരമാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ പറഞ്ഞത്? ആദ്യ പരാതി ഒരു പെൺകുട്ടി കൊടുത്തപ്പോൾ ആ പെൺകുട്ടിയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുകയും അത് ഫാബ്രിക്കേറ്റഡ് ആയ ഒരു അലിഗേഷൻ ആണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുകയായിരുന്നില്ലേ അവർ ചെയ്തത്? ഒരു വനിത കൂടിയായ കോൺഗ്രസിന്റെ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി. അപ്പോഴും ആ ദേശീയ കമ്മിറ്റിയുടെ കയ്യിൽ ഈ പെൺകുട്ടിയുടെ പരാതി ഇരിക്കുകയാണ്. KPCCയുടെ പ്രസിഡന്റ് ഇന്നലെ വരെ പറഞ്ഞു തന്നത് ഞങ്ങൾക്കൊരു പരാതിയും വന്നിട്ടില്ലെന്നാണ്. UDFന്റെ കൺവീനർ ഇപ്പോഴും പറയുന്നത് ഈ പുറത്തു വന്ന ശബ്ദ സംഭാഷണങ്ങളെല്ലാം AI ജനറേറ്റഡ് എന്നാണ്. പരസ്യമായി നഗ്നമായി ഈ കൊടും കുറ്റവാളിയെ ചേർത്ത് നിർത്തുകയാണ്. ഈ നിമിഷവും അദ്ദേഹം കോൺഗ്രസിന്റെ MLA ആയി തുടരുകയാണ്. ആദ്യത്തെ ഇര മുഖ്യമന്ത്രിയെ കാണുന്നത് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം വളരെ സജീവമായി ഈ നാട്ടിലുടനീളം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നവും പിടിച്ചത്. എത്ര ലജ്ജാകരമാണ്. അതുകൊണ്ട് ഈ നിമിഷം മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അല്ലാതെ മറ്റാരുമല്ല. കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയാണ്, വിശ്വാസ്യതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് ക്രൂരമായി ഇത്തരം ഇരപിടിയനായ ഒരാൾ, അയാൾ ഈ ബലാത്സംഗം ചെയ്യുന്നു, ക്രൂരത ചെയ്യുന്നു, ഭ്രൂണഹത്യ നടത്തുന്നു, സ്ത്രീകളെ ആപൽക്കരമാം വിധം മുറിവേൽപ്പിക്കുന്നു. ശരീരത്തിൽ ഇതെല്ലാം ഈ പറയുന്ന കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇതുവരെ വളർത്തിയെടുത്ത് കൊണ്ടുവന്ന് എല്ലാ പ്രമോഷനും കൊടുത്ത് ഇദ്ദേഹത്തെ കുറിച്ച് ഈ പരാതികളെല്ലാം ഇവരുടെ എല്ലാം ശ്രദ്ധയിലുള്ളതല്ലേ? ഇദ്ദേഹത്തിനൊപ്പമുള്ള നേതാക്കൾ, ഇദ്ദേഹത്തെ കൈപിടിച്ചു പുലർത്തുന്ന നേതാക്കളുടെ ശ്രദ്ധയിലുള്ളതല്ലേ? കോൺഗ്രസ് നേതാക്കളുടെ ശ്രദ്ധയിലുള്ളതല്ലേ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഒരു വനിതയല്ലേ കുറെ ദിവസമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്ര യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്, വനിതാ നേതാക്കളാണ് ഇയാൾ സ്ഥിരമായി ഇത്തരം അപമര്യാദയായ പെരുമാറ്റങ്ങൾ നടത്തുന്ന ആളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത്? KC വേണുഗോപാലിന്റെ ഭാര്യ തന്നെ പറഞ്ഞില്ലേ ഈ പറയുന്ന ഇത് തെറ്റായ പ്രവണതയാണ് എന്ന് പറയേണ്ട അവസ്ഥയുണ്ടായില്ലേ? അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും ഈ ഇന്നർ ഹൗസിൽ അതിനകത്ത് KC വേണുഗോപാൽ മുതൽ ഇവിടെ വരെയുള്ള മുഴുവൻ നേതാക്കൾക്കും, സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കൾക്കും ഇയാൾ ആരാണ്, എന്താണ് എന്നറിയാമായിരുന്നിട്ടും എന്തിനയാളെ ഭയക്കുന്നു, എന്തിനയാളെ ചുമക്കുന്നു? അത് തന്നെയാണ് ശ്രീ റഹീം കേരളത്തിന് അറിയേണ്ടത്. ഇതുവരെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്കായിരുന്നു കാര്യങ്ങൾ നിന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ഈ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതാണ്. ഒരു പെൺകുട്ടി താൻ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് റിട്ടേണായി KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ AICC നേതൃത്വത്തിന് ഉൾപ്പെടെ കൊടുത്തിട്ട് ആ പരാതി മേടിച്ച് തലയിണക്കൽ വെച്ചതിന് ശേഷം ഇയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റാക്കുന്നു, പാലക്കാട് നിന്ന് MLA ആക്കുന്നു, ഇയാൾക്ക് വേട്ടയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നു. നേരത്തെ റഹീം പറഞ്ഞതുപോലെ
ആ യൂത്ത് കോൺഗ്രസിലെ സ്ത്രീകൾക്കിടയിൽ ഓൾറെഡി ഇയാൾ വന്ന കാലം മുതൽ ഈ പ്രശ്നമുണ്ട്. അവരുടെ ഇടയിൽ ഇത് ചർച്ചയാണ്. അത് പല നേതാക്കന്മാർക്കും അറിയാം, നേതാക്കന്മാരുടെ ഭാര്യമാർക്കറിയാം, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകരടക്കമുള്ളവരുടെ പരാതികൾ വരുന്നത്. അപ്പോഴും ഈ പരാതി, ഈ പെൺകുട്ടിയുടെ പരാതി ഇവരുടെ കൈവശമുണ്ട്. ഇതെല്ലാം ഇരുന്ന് അറിഞ്ഞ് വെച്ചുകൊണ്ട് ഇയാളെ വീണ്ടും വേട്ടയ്ക്ക് അവസരമൊരുക്കുന്ന തരത്തിൽ പ്രൊമോട്ട് ചെയ്തെങ്കിൽ എന്താണ് KPCC നേതൃത്വത്തെ ഇയാൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ നിന്ന് പിൻവലിക്കുന്നത് എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. തീർച്ചയായിട്ടും അതെ. ഇത്തരത്തിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല, കോൺഗ്രസ് ആണ് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്. ഈ നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിലല്ല, അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ രാഹുൽ സ്ത്രീവിരുദ്ധ ആക്രമണഭാവം ഇതെല്ലാം നേരത്തെ എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഇപ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടുന്നത്, ഈ നിമിഷം എക്സ്പോസ് ചെയ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ ഇത്തരം പ്രവണതകളാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ശക്തമായ കേരളത്തിലെ ജനങ്ങൾ എന്നാണ് എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നന്ദി ശ്രീ റഹീം പ്രതികരിച്ചതിന്.